ഇന്നിപ്പോൾ ജൂലൈ 4th ആയതുകൊണ്ട് ജോലിയൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തു മോളെയും കൊണ്ട് ചുമ്മാ ഒന്ന് പുറത്തേക്ക് കറങ്ങാൻ ഇറങ്ങാമെന്ന്. നോക്കിയപ്പോൾ നല്ല വെതറും ആയിരുന്നു. We're at IKEA after 10 years. Yes, 10 years. സിയാന ബേബി ആയിരുന്നപ്പോഴാണ് സിയാനയ്ക്ക് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ ഐക്യയിൽ വന്നത്. അപ്പോൾ ചുമ്മാ ഒരു ഫണ്ടിന് വേണ്ടി വീണ്ടും വന്നിരിക്കുകയാണ്. സന്തോഷമാണോ സിയാന? Yeah, I'm very excited. അത്യാവശ്യം പാർക്കിങ്ങിലോട്ടൊക്കെ ഫുള്ളായിരുന്നു. എന്നാലും വലിയ തിരക്കൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങളൊരു കാർട്ടൊക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിൽ കയറി. ഐക്യയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒത്തിരി ഹോം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള ഐറ്റംസാണ്. അവിടെ ഇങ്ങനെ ഓരോ നമുക്ക് ബെഡ്റൂംസ് എങ്ങനെ സെറ്റ് ചെയ്യണം, ആ സെറ്റിങ്ങിന് വേണ്ട സാധനങ്ങൾ, ഓരോ സാധനത്തിനും എത്ര വിലയാണ് എന്നൊക്കെ അവർ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. ചില റൂമിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ പുറത്തിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും, ഈ റൂമെന്ന് പറയുന്നത് ഇത്ര ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് ആ റൂമിലത്തെ ഒരു സാധനം ഇഷ്ടപ്പെട്ടു, ചിലപ്പോൾ അതൊരു ഫർണിച്ചറായിരിക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഫ്ലവർ ആയിരിക്കാം, വെയ്സ് ആയിരിക്കാം, എന്തോ ആവട്ടെ. അപ്പോൾ അതിനൊക്കെ ഓരോ ടാഗുകളുണ്ട്. അപ്പോൾ ആ ബാർകോഡ് നിങ്ങൾ പിക്ചർ എടുത്ത് വെക്കുക. വലിയ വലിയ ഐറ്റംസ് ആണെങ്കിൽ അത് സെക്കൻഡ് ഫ്ലോറിൽ അവരുടെ വെയർ ഹൗസ് ഉണ്ട്, അവിടെ പോയി നമ്മൾ പിക്ക് ചെയ്യണം. ചെറിയ ചെറിയ സംഭവങ്ങളാണെങ്കിൽ ഈ നടക്കുന്ന കൂട്ടത്തിൽ തന്നെ അവരവിടെ ഷോ ചെയ്ത് വെച്ചിട്ടുണ്ടാവും എടുക്കാനായിട്ട്. ചിലപ്പോൾ അത് തൊട്ടടുത്ത് ആ റൂമിനടുത്തായിരിക്കാം, ചിലപ്പോൾ കുറച്ചങ്ങ് നീങ്ങിയിട്ടായിരിക്കാം. എന്നൊക്കെ പറഞ്ഞാലും നമുക്കൊരു മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മളവിടെ ചെന്ന് കാണുമ്പോൾ നമ്മൾക്കും വീട്ടിൽ ഓക്കെ ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്യണം ഒരു ടൈമിൽ, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഐഡിയാസ് കിട്ടും. ഇപ്പം ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത് കൂടാതെ തന്നെ ഞാൻ അത്യാവശ്യം പിക്ചേഴ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ റൂമിനൊരു ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ ഈ പിക്ചേഴ്സൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യും. ഇതിനിടയ്ക്ക് സിയാൻ അവിടെ പരമാവധി എൻജോയ് ചെയ്യുന്നുണ്ട്. അവളുടെ വെക്കേഷൻ എങ്ങനെയൊക്കെ കളർഫുള്ളാക്കാൻ പറ്റുമോ അതൊക്കെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ ബില്ല് പേ ചെയ്യുന്നതിന് മുന്നായിട്ട് അവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ച് ബില്ലൊക്കെ പേ ചെയ്ത് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ ഒരു ജ്വല്ലറി ഷോപ്പുണ്ട്, അവിടെ ചെന്ന് സിയാനയുടെ ബർത്ത്ഡേ വരിക, അപ്പോൾ അവൾക്കൊരു ഗിഫ്റ്റ് വാങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങളുടെ സ്ഥിരം ഇഷ്ടപ്പെട്ട പ്ലേസാണ് ബോംബെ സ്വീറ്റ്സ്. അപ്പോൾ സിയാനയ്ക്ക് ദൈപ്പൂരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾക്ക് അതൊരെണ്ണം വാങ്ങിച്ചു കൊടുത്തു. ഞാനാണെങ്കിൽ ഒരു ചായയൊക്കെ കുടിച്ച് ഇന്നത്തെ ദിവസം ശരിക്കും ഞങ്ങൾ അങ്ങോട്ട് എൻജോയ് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞ് ഇന്ന് ജൂലൈ 4th ആണ്. ഫയർ വർക്ക് ഇല്ലാതെ എന്ത് ജൂലൈ 4th? ഞാൻ മോളെയും കൊണ്ട് ഒരു ഫയർ വർക്ക് വാങ്ങിക്കുന്ന ഒരു സ്ഥലത്ത് പോയി അവിടെ നിന്ന് കുറച്ച് ഫയർ വർക്കൊക്കെ വാങ്ങിച്ച് അത് വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ നൈസായിട്ട് അത് പൊട്ടിച്ചു. Happy July 4th. ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ.